ഹലോ ഫാമിലി, ഞാൻ അഭിരാമി സുരേഷ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഏറ്റവും പുതിയ ടാറ്റയുടെ EV ഷോറൂമിലാണ് ഞാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, അകത്തേക്ക് പോവാം. ഹലോ, പേരെന്തായിരുന്നു? അജിൻ എന്നാണ്. അപ്പം ചേട്ടൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും അല്ലേ? കാണിച്ചു. ഓക്കെ. അപ്പോൾ അജിൻ ചേട്ടൻ, ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ മിക്കവരും പച്ചയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഭയങ്കര പച്ചപ്പും ഹരിതാപമാണ്. അതിന്റെ കാര്യം എന്താണെന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മൾ ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു സ്റ്റോർ തുടങ്ങിയിരിക്കുന്നത് തന്നെ ബേസ്ഡ് ഓൺ സസ്റ്റൈനബിലിറ്റി. ആ സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഗോളിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ റിയൽ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അടിപൊളി. അകത്താണെങ്കിലും ഫുൾ എയർ പ്യൂരിഫിക്കേഷൻ എല്ലാം പ്ലാന്റ്സ് തന്നെയാണ് ചെയ്യുന്നത്, നമ്മളല്ല ചെയ്യുന്നത്. മിഷനറീസ് ഒന്നും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ടാറ്റയുടെ ഹിസ്റ്ററി ഓഫ് ഷോറൂംസിൽ തന്നെ ഭയങ്കര ഒരു സംഭവമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരും? പിന്നെ തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതിൻ്റെ അകത്ത് പ്യൂരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ലൈവായിട്ട് നമുക്ക് റീഡ് ചെയ്യാനുണ്ട്. അതായത് പുതിയ ടെക്നോളജി ഒന്നും ഉപയോഗിക്കാതെ ബാക്ക് ടു ദ റൂട്ട്സ് ആയിട്ടുള്ള ചെടികളിൽ നിന്ന് തന്നെ അല്ലേ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള എയർ എല്ലാം പ്യൂരിഫൈഡ് ആകും. അതുപോലെ ഇവിടെ ചുറ്റും നോക്കി ഒരുപാട് കാര്യങ്ങൾ കണ്ടൊരു നമുക്ക് എന്താ ഒരു ആശ്ചര്യം തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓരോരോ സ്ക്രീൻസ് ഒക്കെ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? കം ഓൺ പ്ലീസ്. നമ്മളൊരു EV വെഹിക്കിൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം നേച്ചറിന് ഒരു ഫേവർ ചെയ്യുന്നുണ്ട് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു വിഷ്വലൈസറാണിത്. അടിപൊളി സംഭവമാട്ടോ, വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഇതൊക്കെ. നമ്മൾ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തൃശ്ശൂർ വരെ എത്തുമ്പോഴേക്കും നമുക്ക് ഏകദേശം 84 കിലോമീറ്ററാണ് ടോട്ടൽ ട്രാവൽ ടൈം വരുന്ന 2 hours ആണ്. ടോട്ടൽ ചാർജേഴ്സ് ഈ റൂട്ടിൽ നമുക്ക് 60ഓളം ചാർജേഴ്സ് ഉണ്ട്. നമ്മളൊരു കാറ് കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ വരെ പോകാൻ നമുക്ക് ആകെ ഒരു കോസ്റ്റ് വരുന്നത് 92 റുപ്പീസാണ്. ആ ഒരൊറ്റ ട്രിപ്പിൽ നമ്മൾ കാർബൺ ഓഫ്സെറ്റ് എന്ന് പറയും, നമ്മൾ എൻവയോൺമെന്റിലേക്ക് എമിറ്റ് ചെയ്യാത്ത കാർബണിന്റെ അളവാണത്. 12,342 ഗ്രാംസ് കാർബൺ നമ്മളവിടെ സേവ് ചെയ്യുന്നുണ്ട്. ഇതാണ് ടോട്ടൽ. ഇതിനിടയിൽ നമുക്ക് ആഡ് സ്റ്റോപ്പ് കൊടുക്കാം. ഈസി ആയിട്ട് നമ്മുടെ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മൾ പെട്രോൾ പോലെയല്ലല്ലോ, ഇലക്ട്രിക് എപ്പോഴും നമ്മൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കസ്റ്റമേഴ്സിന്റെ DC ചാർജിങ് സ്റ്റേഷൻസ് അല്ലേ, അല്ലെങ്കിൽ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ ഈ ഷോറൂമിനുണ്ട് അല്ലേ? ഈ ഷോറൂമിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ചാർജിങ് സ്റ്റേഷൻ, ഈ ഷോറൂമിന്റെ ഫ്രണ്ടിൽ ഒരു ചാർജിങ് സ്റ്റേഷനും കൂടെ ഉണ്ട്. നമ്മുടെ അമ്പാട്ടുകാവ് മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടുള്ള ഷോറൂമാണ്. വളരെ വൃത്തിയായിട്ടൊരു ഷോറൂമാണ്. ബ്ലൂ ടൊക്കായ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു കാഫേ ഇതിൻ്റെ അകത്തുണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് മെനു വരും. അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കഫേയിലേക്ക് ഒന്ന് പോയാലോ? അതും ഞാനൊരു ഷോറൂമിൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. ലെറ്റ്സ് ഗോ ദേർ. അപ്പോൾ ഇതാണല്ലേ ബ്ലൂ ടൊക്കായ് കോഫി റോസ്റ്റേഴ്സ്? അതെ, ബ്ലൂ ടൊക്കായ് കഫേ എന്ന് നമ്മൾ പറയും. ഓക്കെ, വെറൈറ്റി പേരാണല്ലോ, എന്താ സംഭവം? ആക്ച്വലി നമുക്ക് ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്. നമ്മൾ ടാറ്റ മോട്ടോഴ്സുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് നമ്മുടെ അതേ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബ്ലൂ ടൊക്കായ്. അവിടെയും പച്ചപ്പും ഹരിതാപം എന്തോ മണക്കുന്നുണ്ട്. ഞാൻ സസ്റ്റൈനബിലിറ്റി എന്ന് പറയും, അതായത് അതിനെ കുറച്ചുകൂടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ വന്നിരിക്കുന്നത്. എത്തിക്കലി സോഴ്സ്ഡ് ആണ് ഇവരുടെ ഈ കോഫി ബീൻസ് എല്ലാം. എത്തിക്കലി സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അതിന് വേണ്ടി വർക്ക് ചെയ്തവരുടെ. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഡയറക്റ്റ് പ്ലാന്റേഷൻസിനാണ്, മിഡിൽ മാൻസിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്യും. പ്ലാന്റേഷനാണ്. പ്ലസ് അവിടെ നമ്മുടെ അവിടുത്തെ എംപ്ലോയീസിന് കറക്റ്റ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡുള്ള വേജസ് കൊടുത്തിട്ടുണ്ടാവണം. വേജസ് കറക്റ്റ് സമയത്ത് കൊടുക്കണം. ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മെഷീനറീസ് ആണ് യൂസ് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്ടിവിറ്റി കൊടുക്കാൻ. ഇത്രയും കാര്യങ്ങൾ എൻഷുർ ചെയ്തിട്ട് മാത്രമേ അവർ സോഴ്സ് ചെയ്യുന്നുള്ളൂ. പ്ലസ് ഇതിന്റെ പൗച്ചസ് ആയിക്കോട്ടെ ബയോഡിഗ്രേഡബിൾ ആണ്. ഒന്ന് തരാമോ? അതേപോലെ തന്നെ ഇതിന്റെ കോഫി ബീൻ നമ്മൾ പൗഡർ ചെയ്തിട്ട് അതിന്റെ ബാക്കി വരുന്ന എക്സ്ട്രാക്ട് അത് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് മാനുവറായിട്ട് യൂസ് ചെയ്യാം. അടിപൊളി.
അപ്പോൾ ബ്ലൂടൊക്കായും ടാറ്റയൊക്കെ കൂടെ ഒരു ഭീകര സംഭവം തന്നെ, എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഇനി എന്താണുള്ളത്? വരും. പ്ലസ് ഇത് എങ്ങനെയാണോ അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യാൻ അത് അവർ സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് എന്തൊക്കെയാണോ ഇവർ ചെയ്ത് വെച്ച് പ്രീസെറ്റ് ചെയ്ത് വെച്ചത് അവർ കറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഒരു PDF ആയിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ആർക്കെങ്കിലും കാണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത ഫീച്ചേഴ്സ് ആണ് കേട്ടോ ഈ ഷോറൂമിന്, അങ്ങനെ തന്നെ വേണം പറയാൻ അല്ലേ. ആമിനിറ്റീസ് ഒന്നുമല്ലോ, ഫീച്ചേഴ്സ് എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഷോറൂമാണിത്. അതെ, ഓക്കെ. സോ അടുത്ത അത്ഭുതം എന്താ ഇവിടെ? നമ്മുടെ ടെസ്റ്റിമോണിയൽ വാർഡ്. ഇതിനകത്ത് നമ്മൾ ഇതുവരെ നമ്മുടെ ഇവിടുന്ന് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ അവരുടെ ഫീഡ്ബാക്ക്, അവരെങ്ങനെ ലൈഫ് ആ EV വെച്ചിട്ട് എൻജോയ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇവോൾവിലെ മെമ്പേഴ്സ് ആണ്. ഓക്കെ, നൈസ് നൈസ്. ഇവിടെ കണ്ടോ ഓരോരുത്തരുടെ ഓരോ ആൾക്കാർ റിവ്യൂ പോലെ അവരുടെ ഫോട്ടോസ് ഉണ്ട്, അവരുടെ എന്താണ് കമന്റ് എന്നുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരൊരു വണ്ടി ഇടിപ്പിച്ചിട്ടേ വിടുള്ളൂ കേട്ടോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇറ്റ് വാസ് ലവ്ലി ടോക്കിംഗ് ടു യു മിസ്റ്റർ രാജൻ. താങ്ക് യു സോ മച്ച്.